കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൊച്ചി മേയർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇന്നലെ തൃശൂർ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജ് ജി അനിലിന് മുന്നിൽ ഹാജരാക്കിയ സ്വപ്നയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് വിജിലൻസ്. വൈറ്റിലയിലെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് രേഖകൾ പിടിച്ചെടുത്തു. മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളിലും വിജിലൻസ് പരിശോധന നടത്തും. അതേസമയം സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. 5 ഫ്ളാറ്റുകൾക്ക് കെട്ടിട നമ്പർ നൽകുന്നതിനാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന കൈക്കൂലി വാങ്ങിയത്. ജോലി കഴിഞ്ഞ് തൃശൂർ കാളത്തോടുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് സ്വപ്ന കൈക്കൂലി വാങ്ങാനെത്തിയത്. കാറിൽ 3 കുട്ടികളും ഉണ്ടായിരുന്നു. 3 നില കെട്ടിടത്തിന് പെർമിറ്റ് നൽകാൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് 15,000 രൂപയായിരുന്നു. ഓരോ ഫ്ലോറിനും 5,000 രൂപ എന്ന നിലയ്ക്കായിരുന്നു കൈക്കൂലി. പെർമിറ്റിനായി ജനുവരി മുതൽ സ്വപ്നയുടെ ഓഫീസിൽ കയറിയിറങ്ങി നടക്കുകയാണ് പരാതിക്കാരൻ. ഒടുവിൽ ഗതികെട്ടതോടെ വിജിലൻസിനെ സമീപിച്ചു. SP S ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ സുനിൽ, തോമസ് എന്നിവരൊരുക്കിയ ട്രാപ്പിൽ സ്വപ്ന കുടുങ്ങി. കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലെ മുൻനിരക്കാരിയാണ് പിടിയിലായ സ്വപ്ന. വിജിലൻസിന്റെ മുന്നിൽ തന്നെ സ്വപ്നയ്ക്കെതിരെ പലരും പരാതിയുമായെത്തി. 1-2 തവണ വിജിലൻസ് വിരിച്ച വലയിൽ നിന്ന് സ്വപ്ന ഭാഗ്യം കൊണ്ട് ചാടിപ്പോയി. ഇത്തവണ ഭാഗ്യം സ്വപ്നയെ തുണച്ചില്ല. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം വിശദമായി പരിശോധിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. കൊച്ചി കോർപ്പറേഷനിലെ പല സോണൽ ഓഫീസുകളിലും കൈക്കൂലി വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് പ്രത്യേകം പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് സ്വപ്ന കൈക്കൂലി വാങ്ങാനെത്തുന്ന വിവരം കിട്ടിയത്. സ്വന്തം വാഹനത്തിലായിരുന്നു സ്വപ്ന കൈക്കൂലി വാങ്ങാൻ എത്തിയത്. കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ്. പരാതിക്കാരനിൽ നിന്നും ആദ്യം 25,000 രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. 5 അപ്പാർട്ട്മെന്റുകൾക്ക് നമ്പർ നൽകാൻ ഒരെണ്ണത്തിന് 5,000 രൂപ എന്ന നിലയിൽ പണം വേണമെന്നാണ് സ്വപ്ന ആവശ്യപ്പെട്ടത്. താൻ സാധാരണ വാങ്ങുന്ന തുകയാണ് ഇതെന്നും അവർ പറഞ്ഞു. എന്നാൽ തുടർന്നു നടന്ന വിലപേശലിൽ 15,000 രൂപ മതിയെന്ന് പറയുകയായിരുന്നു. ഇതോടെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസ് SP-ക്ക് നേരിട്ട് പരാതി നൽകി. ഇതോടെ വൈകുന്നേരം 5 മണിക്ക് പണം നൽകാമെന്ന് അറിയിക്കാൻ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് പണം വാങ്ങാൻ ഉദ്യോഗസ്ഥ എത്തി. കൊച്ചി കണിയാമ്പുഴയിലെ അസറ്റ് ഹോംസിലെ താമസ സ്ഥലത്ത് നിന്ന് സ്വന്തം കാറിൽ തൃശൂരിലെ വീട്ടിലേക്ക് പോകവെയാണ് പണം വാങ്ങാമെന്ന് ഇവർ അറിയിച്ചത്. ഇതനുസരിച്ച് വിജിലൻസ് നൽകിയ ഫിനോപ്തലിൻ പുരട്ടിയ നോട്ടുമായി പരാതിക്കാരൻ വൈറ്റിലയിൽ എത്തി. 3 മക്കൾക്കൊപ്പം കാറിലാണ് സ്വപ്ന എത്തിയത്. വൈറ്റില ഹബിനടുത്ത് വെച്ച് പണം വാങ്ങാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പൊന്നുരുന്നിയിലെത്താൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പൊന്നുരുന്നിയിലെത്തിയ പണം വാങ്ങിയ ഉടൻ തന്നെ വിജിലൻസ് സംഘം കാർ വളഞ്ഞു. വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സ്വപ്ന രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കുട്ടികൾ ഒപ്പമുള്ളതും ഇറങ്ങിയോടാൻ തടസ്സമായി മാറി. വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജിലൻസ് സംഘം പിടികൂടി. കൈമാറിയ പണവും കണ്ടെത്തി.